ഹായ് കൂട്ടുകാരെ, കൊച്ചിയിൽ നടക്കുന്ന വണ്ടർ വാട്ടർഫോൾ എക്സ്പോയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരാളുടെ ടിക്കറ്റ് ചാർജ് 150 രൂപയാണ്. അങ്ങനെ ടിക്കറ്റും എടുത്ത് നേരെ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവുകയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് സൈഡിലും മനോഹരമായ പൂന്തോട്ടമാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. ആ പൂന്തോട്ടത്തിൽ പൂമ്പാറ്റ, തേനീച്ച, പല്ലി, പാറ്റ നിരവധി ജീവജാലങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ വാട്ടർഫോൾസിനടുത്തേക്ക് എത്തി. ആ കാണുന്നതാണ് സറിയൽ നയാഗ്ര വാട്ടർഫോൾസ്. വളരെ മനോഹരമായിട്ടാണ് വാട്ടർഫോൾ ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിരവധി ആൾക്കാർ വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഇവിടെ ഒന്ന് അടിച്ചു പൊളിക്കുക. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. മറക്കണ്ട, എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ് എക്സ്പോ നടക്കുന്നത്. ഇവിടെ 2 വാട്ടർഫോളാണ് ഉള്ളത്. രണ്ടാമത്തേൽ എല്ലാവർക്കും എൻജോയ് ചെയ്ത് കുളിക്കാനൊക്കെ പറ്റിയ ഒരു വാട്ടർഫോളാണ്. ഇവിടെ ചെറിയ കുട്ടികൾ മുതലുണ്ട്. എല്ലാവർക്കും പാരൻസിനായാലും അവരൊപ്പം എൻജോയ് ചെയ്ത് കളിക്കാനൊക്കെ പറ്റും. ഇവിടെ കുറേ കുട്ടികളുണ്ട്. ഇവിടെ ഗേൾസും ഉണ്ട്. ഇവിടെ ചെറിയ കുട്ടികൾ നിങ്ങൾ കണ്ടില്ലേ, ചെറിയ കുട്ടികൾ വരെയുണ്ട്. ഇവിടുത്തെ രസകരമായ ഒരു വാട്ടർഫോൾ തന്നെയാണ് ഈ രണ്ടാമത്തേത്. വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ ഇപ്പൊ തിരക്കുണ്ട്. ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു. എന്തായാലും എല്ലാവരും എത്തിച്ചേരണ്ടെന്ന് പറയുന്നു. ഞാൻ ഇന്നലെ പോയപ്പോഴേക്കും ഞാൻ അവിടുത്തെ ആദ്യം കണ്ട വാട്ടർഫോൾ മാത്രമേ ഉള്ളൂ. പിന്നെ നോക്കിയപ്പോഴാണ് ഈ രണ്ടാമത്തെ കണ്ടത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും വന്നോന്ന് ഞാൻ പറയുകയാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ഐസ്ക്രീമും പോക്കോണും പല പല ഫ്ലേവറിൽ കിട്ടും. അതുകൊണ്ട് ഞങ്ങളും ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ സ്റ്റാളുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോണ വഴിക്ക് 2 സൈഡിലും. ഇവിടെ ഫർണിച്ചർ ആയാലും വീട്ടിലേക്കുള്ള സാധനങ്ങളായാലും നിരവധി സാധനങ്ങൾ ഇവിടെ ഉണ്ട്.
പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും VR ഒരു സ്റ്റാള് കണ്ടു. അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞ് കയറിയതാണ്. 100 രൂപയാണ് എൻ്റെ ഫീസ്. വന്നാണെങ്കിൽ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഒരു ഗെയിം ഉണ്ട്. അതിൽ ഓരോ നമ്പറിലേക്കും ഓരോ ബോൾ ഇട്ടുവിടും. ആ സംഖ്യ വെച്ച് കൂട്ടുമ്പോൾ ആ 18 മേലെ കിട്ടിയ അതിനായിട്ടുള്ള ഓരോ പ്രൊഡക്റ്റും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് കിട്ടിയത് 12 താഴെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഫീസ് വന്നത് 60 രൂപയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്ത റൈഡിലേക്ക് പിടിക്കാതെ കഴിച്ചു. എൻ്റെ പൊന്നോ, ഞാൻ ഈ ടീച്ചർ റൈഡിലൊന്ന് കയറി നോക്കിയത്. എൻ്റെ കിളി പറന്നു പോയി. 90 അടി മേലെ പോയെന്നൊക്കെ പറഞ്ഞത്. BP പ്രഷറുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ, ഒട്ടും സേഫ്റ്റി ഇല്ലാത്ത റൈഡെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരു കമ്പി മാത്രമേ പിടിച്ചിരുന്നത്. ഞാനിതുപോലെ വണ്ടർലേ കയറിയായിരുന്നു. പക്ഷെ അതിനകത്ത് ബെൽറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഞാൻ പേടിച്ച് എൻ്റെ കൺട്രോൾ വരെ വിട്ടുപോയി ഗൈസ്. അതേപോലത്തെ ഒരു വല്ലാത്ത ജാതി റൈഡായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കുറച്ചേരം കണ്ണൊക്കെ അടച്ചിരുന്നു. പക്ഷേ എന്ത് ചെയ്യാ, ഇത് കറയിക്കൊണ്ടിരിക്കണോണ്ടേ ഒരു ചേച്ചിയുടെ കൈ പെട്ടെന്ന് വിട്ടുപോയി. മറ്റേ ചേട്ടൻ പിടിച്ചോണ്ടായിരുന്നു ഭാഗ്യം. ആ ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ അപ്പുറത്തെ പറമ്പാണത്. കണ്ണി പൊടി പോയി ഇങ്ങനെ കലക്കടല്ലേ. അങ്ങനെ എക്സ്പോ കണ്ട് മടങ്ങുകയാണ്. അടുത്ത പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. ബൈ.